ശരിക്കും ജീവിതം മാറ്റിമറിക്കുന്നത് മകന്റെ ജനനത്തോടെയായിരുന്നു. അതെ അതെ, സെറിബ്രൽ പൾസി എന്ന് പറയും അവൻ്റെ അസുഖത്തിന്. എൻ്റെ മുഖത്തിന് അതിശക്തമായ ഒരു വേദന. സൈക്കിളുകാരൻ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനും പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു കാഴ്ച പെട്ടെന്ന് പോയി. എല്ലാവരും 65-70 വയസ്സായിട്ട് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയും കണ്ണിൻ്റെ അസുഖത്തിന്. അതിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. സർജറി ചെയ്തിട്ടും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. മോൻ്റെ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കാന്നുള്ള പ്രതീക്ഷയിൽ അത്രയും സമയത്ത് എൻ്റെ കണ്ണിൻ്റെയും കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കരക്കി കയറിയുമ്പോൾ കണ്ണടച്ചു പിടിച്ച് കത്തി കൊണ്ട് അരിഞ്ഞു നോക്കി. അന്നേ ചേച്ചി ചെയ്തു വെച്ചു. അതായത് കാഴ്ച പോകുമ്പോ എങ്ങനെ ജീവിക്കുമെന്ന് കണ്ണിൻ്റെ കാഴ്ച സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ജോലികളും തന്നെ 2011 ആയപ്പോൾ തന്നെ എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇപ്പം 14 വർഷമായി കഴിച്ചു പോയിട്ട്. അതെ അതെ. എന്നിട്ട് എന്താ ചെയ്തു തുടങ്ങിയത്? ഞാനൊരു ദിവസം വീട്ടിൽ വെറുതെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം ഒരു സ്റ്റൗ മേടിച്ചു. അളവ് കൂട്ടിപ്പോൾ ഒരു സ്റ്റാഫിനെയും കൂടെ ആക്കി ഒരു ദിവസം ഒരു 60 കിലോയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ടായി. ആഴ്ചയിൽ ഒരു 3 ദിവസം 1000 കിലോ നെയ്യപ്പം. വലിയൊരു ടാസ്ക് ആണ്. എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കാം. അവർ പറയുന്നത് നടക്കുന്ന കാര്യമല്ല ചേച്ചി, പാടാ. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ ശരിക്കും വലിയൊരു വഴിത്തിരിവായിട്ടത് മാറി എന്ന് പറയാവേ. നെയ്യപ്പത്തെ തുടങ്ങി ഇപ്പോൾ ഒരു 25ഓളം പ്രോഡക്റ്റ് പൊടികളുടെ ഐറ്റമായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട്. പക്ഷേ ചേച്ചിയുടെ ഈ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ഞാനും മുന്നോട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. ചേച്ചി ചിരിച്ചോണ്ടാ സംസാരിക്കുന്നെങ്കിലും കേൾക്കുന്ന ഒരാളുടെ കണ്ണ് നിറയ്ക്കുന്ന കഥയാണ് ചേച്ചിയുടെ. നമ്മളെ പിന്നീട് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ പുറകോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാവമല്ലാതെ നമുക്ക് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഒരു മനസ്സിൽ ഞാനിപ്പോഴും പറയും നമ്മളെല്ലാ കാര്യത്തിലും ഒരു മടി വിചാരിച്ച് നടക്കിയാലും നമ്മുടെ മനസ്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. ഓണത്തിന് ഒരു സ്പെഷ്യൽ വ്യക്തിയെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് രംഗുവിന് മതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ഹണ്ട് ചെയ്തു. അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയെ ഞങ്ങൾക്ക് ഓണമായിട്ട് ഈ ഹോട്ട് സീറ്റിൽ കഥ പറയാൻ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഹെലൻ കെല്ലർ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ജാസ്മിൻ ചേച്ചി. ജാസ്മിൻ ചേച്ചി കാഴ്ചയുടെ ലോകത്തു നിന്നും കാഴ്ചയില്ലാത്തൊരു ലോകത്തേക്ക് ഒരുപാട് വർഷത്തെ ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംരംഭകയാണ്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ചേച്ചിയുടെ ജീവിതം. ചേച്ചിയുടെ കഥ കേൾക്കാം ഇന്നത്തെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലൂടെ. ജാസ്മിൻ ചേച്ചി, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അതിലുപരി എന്തൊക്കെയോ ഒരു ഫീലിങ്സോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ചേച്ചിയെ കണ്ട അന്ന് മുതൽ ഞാൻ രംഗും പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ സ്റ്റോറി സ്പാർക്കിൽ ചെയ്യണം, ചേച്ചിയുടെ ആദ്യത്തെ ഒരു ബ്രാൻഡ് സ്റ്റോറി ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ സ്വദേശം എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് തൊടങ്ങനാട് എന്ന് പറയും സ്വദേശം. സ്വന്തം വീട് അവിടെ തന്നെയായിരുന്നോ? സ്വന്തം വീട് മേരിലാൻഡ്, കോട്ടയം ജില്ലയാണ്. കോട്ടയത്താണ്. അടുത്ത് തന്നെ, അധികം 15 മിനിറ്റ് ദൂരമുള്ളൂ. ചേച്ചി എന്താ പഠിച്ചതൊക്കെ? ഞാൻ കോളേജ് ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചത്. അതിനുശേഷം പിന്നെ ഹോം സയൻസും ബ്യൂട്ടീഷ്യൻ കോഴ്സും കുറച്ച് സ്റ്റിച്ചിങ്ങും അങ്ങനെ എല്ലാം പഠിച്ച് അങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങാൻ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമായിരുന്നു. ഓക്കെ. എന്നിട്ട് സെൻറ്റർ തുടങ്ങിയോ? ഇല്ല, കല്യാണത്തിനൊക്കെ ശേഷം അങ്ങനെ പതുക്കെ തുടങ്ങാന്നൊക്കെ ഉള്ള വിചാരത്തിലായിരുന്നു. അങ്ങനെയാണ് അജിച്ചേട്ടന്റെ വീട്ടിലേക്ക് വരുന്നത്. അതെ അതെ, തുടങ്ങനാട്ടിലോട്ട്. അവിടെ വന്നിട്ട് അവിടെ ചേട്ടന് ബിസിനസ് ആയിരുന്നു അല്ലേ? അതെ, കടയുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കും ഒരാഗ്രഹം, ഇങ്ങനെ അജിക്കും താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സെൻ്ററൊക്കെ തുടങ്ങാനായിട്ട്. നമുക്ക് കുറച്ച് സ്റ്റാഫിനെയൊക്കെ വെച്ച് നമുക്കിതെല്ലാം പഠിച്ചിരിക്കുവാണെങ്കിൽ നമുക്കൊരു നോട്ടമൊക്കെ ആയിട്ട്. അപ്പൊ അന്നേ സംരംഭകയാകാനായിരുന്നു ഇഷ്ടം, മനസ്സിൽ ഒരു സ്വപ്നം, ഒരാഗ്രഹം. പക്ഷെ അത് വഴിതിരിഞ്ഞ് വേറെ വഴിയിലേക്ക് എത്തിയല്ലേ? അതെ അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലേക്ക് എത്തി. ശരിക്കും ജീവിതം മാറ്റിമറിക്കുന്നത് മകന്റെ ജനനത്തോടെയായിരുന്നു. അതെ അതെ. അവന്റെ പേരെന്താ? അഖിൽ എന്നാണ്. അപ്പു എന്ന് വിളിക്കും. അപ്പു ജനിച്ചതിന് ശേഷമാണ് ലൈഫിലെ എല്ലാ മാറ്റങ്ങളും. അതെ അതെ. മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കിയ ഡൗൺസും നമ്മുടെ കണ്ണിൽ നോക്കിയ അപ്സും അല്ലേ? ശരിക്കും. അവനിപ്പോ എത്ര വയസ്സുണ്ട്? അവന് 26 വയസ്സ്. 26 വയസ്സുണ്ട്. ആ സമയത്താണ് ചേച്ചിയുടെ ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് അറിയുന്നത് അല്ലേ? മോന് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്. അവന് 6 മാസമായപ്പോഴും കമിഴ്ന്ന് വീഴാതെ വന്നു കഴിഞ്ഞപ്പം പല ഡോക്ടേഴ്സിനെയും കാണിച്ചപ്പോഴാണ് തല സ്കാൻ ചെയ്തപ്പോൾ ഉണ്ട് കോഡ് ചുറ്റിയായിരുന്നു. ഉണ്ട് അപ്പം കോഡ് ചുറ്റി ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തായിരുന്നു. പ്രസവത്തിന്റെ സമയത്തായിരുന്നു അത്. നമുക്ക് അന്നേരം ഒന്നും അറിയാനില്ലായിരുന്നു. പക്ഷെ 6 മാസം ആയപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നത്. കണ്ടാലൊന്നും തോന്നത്തില്ലായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പം തുടങ്ങി നമ്മൾ അതിന് സെറിബ്രൽ പൾസി എന്ന് പറയും അവൻ്റെ അസുഖത്തിന്.
ഞങ്ങൾ അറിഞ്ഞപ്പം തുടങ്ങി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആരംഭിച്ചു. ഫിസിയോതെറാപ്പിയാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ മണിപ്പാലിൽ ഒരു വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നടന്നു. അതിനുശേഷം ഞങ്ങൾ ചെന്നൈയിൽ ഒരു 1.5 വർഷം താമസിച്ച് പല രീതിയിലുള്ളത് അക്യൂപ്രഷർ, പിന്നെ ഫിസിയോതെറാപ്പി, ആയുർവേദം, അങ്ങനെ പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ഒരു 6 മാസം കൊണ്ട് നടത്തിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞിരുന്നത്. അതെ അതെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഫിസിയോതെറാപ്പിയും ആയുർവേദം എല്ലാം കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നേരത്തെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ എല്ലാ സ്ഥലത്തും വണ്ടിയൊക്കെ ഓടിച്ച് പോകുമായിരുന്നു. അങ്ങനെയുള്ള ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരു സൈക്കിളുകാരൻ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കാഴ്ചയ്ക്ക് കുറവില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ. അപ്പോൾ 2 പ്രാവശ്യമായപ്പോൾ അജി ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ട്. ഞാനും പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ശങ്കർ നേത്രാലയ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കണ്ണിൻ്റെ നെർവ് വീക്കാകാനായിട്ട് ആരംഭിക്കുന്നു എന്നറിയുന്നത്. പക്ഷേ അവർ പറഞ്ഞു കാഴ്ച പെട്ടെന്ന് പോയി, എല്ലാവരും 65-70 വയസ്സായിട്ടേ കാഴ്ച പോവും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മെഡിസിനൊന്നും ഈ എൻ്റെ റെറ്റിനറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയും കണ്ണിൻ്റെ അസുഖത്തിന്, അതിന് മെഡിസിനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മൊത്തം റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ ലോകത്തെങ്ങും, പക്ഷേ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. 5 വർഷം കൊണ്ടാകുമായിരിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊത്തിരി സങ്കടമായിരുന്നു ആ സമയത്ത്. കാരണം മോൻ്റെ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ, അവനെ നടത്തിക്കണം എന്നുള്ള പ്രതീക്ഷ നടത്തുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെയും കൂടെ ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ വെച്ചാണ് ഒരച്ഛൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം വീട്ടിൽ തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. അച്ഛനാണ് ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതെ അതെ, ഞാൻ പറയും ശരിക്കും അന്ന് നമ്മുടെ സങ്കടം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, പക്ഷേ അത് മാതാവ് നമ്മുടെ സങ്കടവും പ്രാർത്ഥനയും കാണുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ എല്ലായിടത്തും പറയും. അന്ന് മാതാവ് അച്ഛനിലൂടെ സംസാരിച്ചതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്പൂസ് ഫുഡ്സ് മോൻ്റെ പേരിൽ ഒരു യൂണിറ്റ് തുടങ്ങാൻ. അപ്പൂസ് ഫുഡ്സ്. അതെ അതെ. എന്നിട്ട് എന്താ ചെയ്തു തുടങ്ങി ഞങ്ങൾക്ക് അന്ന് എന്തെങ്കിലും ഒരു സമയം, കാരണം അച്ഛനോട് പറഞ്ഞ നമ്മൾ ഇങ്ങനെ ഓർത്തിരുന്ന നമുക്ക് ഒത്തിരി വിഷമവും സങ്കടവും, കാരണം എൻ്റെ കണ്ണിന് ഇനി കാഴ്ച കുറഞ്ഞു വരാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞു. നമ്മുടെ മനസ്സിന് സങ്കടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി വ്യാപൃതയായിട്ടിരിക്കുക. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ല, പുറത്തോട്ട് പോയി നമുക്കൊരു പാർലർ തുടങ്ങാനോ അങ്ങനെയുള്ള ഒരു സാധ്യത കുറവായി. കാരണം മോൻ്റെ ട്രീറ്റ്മെൻറ്റും ചികിത്സയൊക്കെ ആയിട്ട് അവനെ ഇട്ടിട്ട് പോകുന്നത്. അങ്ങനെ ഇന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് ട്രീറ്റ്മെൻറ്റുകൾ പലതും നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നാട്ടിൽ വന്നിട്ട്, പക്ഷേ ഞാനൊരു ദിവസം വീട്ടിൽ വെറുതെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയത്. ആദ്യമായിട്ടാണ് തനിയെ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മച്ചിയൊക്കെ നേരത്തെ മരിച്ച് അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ കൂടെ, അമ്മച്ചിയുടെ കൂട്ടുകാരൊക്കെ. പക്ഷേ എനിക്കങ്ങനെ അത് അറിയത്തില്ല, ചെറിയ പ്രായത്തിലായിരുന്നു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പക്ഷേ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അജി തുടങ്ങനാട്ടി വന്ന് നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ അജി നല്ല അഭിപ്രായം, അമ്മ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നീട് ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ അജിക്ക് ഞാൻ പറഞ്ഞല്ലോ കടയുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ കുറച്ച് വെക്കാമെന്നും പറഞ്ഞ് ചെറിയ രീതിയിൽ ഒരു 2 കിലോ അരിയുടെ ഉണ്ടാക്കി കടയിൽ വെച്ചു. കടയിൽ വെച്ചപ്പം നമ്മുടെ എല്ലാം അറിയുന്ന ആൾക്കാരല്ലേ, അടുത്തൊക്കെ. അങ്ങനെയാണ് അവർ മേടിച്ചിട്ട് പോയിട്ട് അവർ പിന്നെയും ചോദിക്കാൻ തുടങ്ങി. നമ്മളാദ്യം അതിനെപ്പറ്റി അങ്ങനെ വെക്കാൻ വീണ്ടും തീരുമാനിച്ചപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങിയപ്പം എന്നോട് അജി പറഞ്ഞു നമുക്കെന്നേ അച്ഛൻ പറഞ്ഞ പോലെ ഇതാകുമ്പോൾ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് സാധാരണ അടുക്കളയിൽ സ്റ്റൗവിൽ ഞാനെപ്പോഴും സന്തോഷത്തോടെ എവിടെയും ക്ലാസ് എടുക്കുമ്പം പറയുന്ന കാര്യമാണ്, യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമ്മുടെ സാധാരണ സ്റ്റൗവിൽ സാധാരണ ചീനിച്ചട്ടിയിലാണ് എനിക്കന്ന് സഹായിക്കാൻ അടുക്കളയിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. അപ്പം ഞാനെല്ലാം റെഡിയാക്കി കുഴച്ച് ഉണ്ടാക്കിയിട്ട് അതിനെയും കൂടെ കൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നല്ല കടയിൽ വെച്ചപ്പോൾ നല്ല സെയിലുണ്ട്. ചേച്ചിയുടെ കൈപ്പുണ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ അടുത്തുള്ള വേറെ കടയിൽ നിന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊരു ശരിക്കും ബിസിനസ്സാക്കി മാറ്റാൻ തീരുമാനിച്ചതും. മോൻ്റെ പേര് തന്നെ അങ്ങ് ഇടാന്ന് വെച്ചു. പിന്നെ അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ചേച്ചിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെ എല്ലാ മാവെല്ലാം റെഡിയാക്കുന്നതും സ്റ്റൗവിൽ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു അന്നേരം. അതിന് ശേഷം പിന്നെ ഇച്ചിരി അളവൊക്കെ കൂടി വന്നപ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ മാറ്റി വെക്കുമായിരുന്നു. അന്ന് ചെറിയ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈസ ചേച്ചിക്ക് തരും. അപ്പം ഞാൻ ആദ്യം ചോദിക്കും ഇതെന്തിനാ എൻ്റെ തരും. അപ്പം പറയും ഇത് നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട്
അങ്ങനെ എൻ്റെ കയ്യിൽ തരും. പക്ഷെ നമ്മുടെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങളും എല്ലാം എടുക്കുന്നത്. അപ്പം അതെല്ലാം റെഡി അന്നേരം പൈസ കൊടുക്കും. അങ്ങോട്ട് അത് തന്നെ. അങ്ങനെ തുടക്കം അങ്ങനെയായിരുന്നു എൻ്റെ. അപ്പം അജിയും പറയായിരുന്നു ഇത് വേണ്ട, പൈസ വേണ്ടെന്ന് ആദ്യം പറയായിരുന്നു അരിയുടെ. അപ്പം ഞാൻ പറയും അതല്ല, ഇത് നമ്മൾ ചുമ്മാ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം ഒരു സ്റ്റൗ മേടിച്ചു. ഇച്ചിരി അളവ് കൂട്ടിയപ്പോൾ ഒരു സ്റ്റാഫിനെയും കൂടെ ആക്കി. അപ്പോൾ ഒരു സ്റ്റൗ മേടിച്ചു, അതിന് വേണ്ട പാത്രങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി കുറച്ചുകൂടെ അളവ് കൂടി വന്നപ്പോൾ 2-3 സ്റ്റാഫായി. അങ്ങനെ ഞങ്ങളൊരു ആഴ്ചയിലൊരു 2 ദിവസമൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി വന്നപ്പോൾ എൻ്റെ മുഖത്തിന് അതിശക്തമായ ഒരു വേദന, ഓർക്കാതെ വലതുവശത്ത് മുഖത്തിന് ഭയങ്കര ഒരു വേദന, ഇവിടെ എല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. എന്തോ ഷോക്ക് വന്നടിക്കുന്ന പോലെ. അങ്ങനെ ഭയങ്കരമായിട്ട് വേദന വന്നപ്പോൾ ഞാൻ പല ഡോക്ടേഴ്സും കാണിച്ചു. ന്യൂറോയുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ന്യൂറോയുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ MRI എടുത്തു. അമൃതയിലായിരുന്നു എറണാകുളത്ത്. MRI എടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു മുഖത്തെ മെയിൻ 2 ഞരമ്പുകൾ കൂട്ടിമുട്ടുന്നതാണ്. ട്രൈജീമിനൽ ന്യൂറാൾജിയ എന്ന് പറയും. അതായത് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന അതിശക്തമായ ഒരു വേദനയാണെന്ന് പറഞ്ഞത്. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷോക്കടിച്ച് ഇവിടെ എല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകും. അത് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കും ആ വേദന. അപ്പം നമുക്ക് തലയെല്ലാം മൊത്തം ഒരു വേദനയാകും. പിന്നെ അതിനൊരു 2 വർഷത്തോളം മരുന്ന് കഴിച്ചു. അമൃതയിലും ഇൻഡോ അമേരിക്കൻ വൈക്കം അവിടെ നിന്നൊക്കെയായിട്ട് മരുന്ന് കഴിച്ചു. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നത് നിർത്തി വെച്ചു. കാരണം ഞാനായിരുന്നു മാവൊക്കെ സെറ്റാക്കി കൊടുക്കുന്നതും ഇട്ട് കൊടുക്കുന്നതൊക്കെ. ഒരു കുറേ നാളത്തേക്ക് വേണ്ടെന്ന് വെച്ചു ഉണ്ടാക്കുന്നത്. അതിനുശേഷം വീണ്ടും വേദനയൊക്കെ കുറഞ്ഞപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു പുതിയ വീടൊക്കെ വെച്ചായിരുന്നേ. അപ്പോൾ ആ വീട്ടിലെ വർക്ക് ഏരിയ അതിനുള്ള സൗകര്യത്തിനുണ്ടാക്കി. ഒരു നന്നായിട്ട് അത്യാവശ്യം കുറച്ച് നെയ്പ്പിടാനുള്ള സ്ലാബുകളും 2 സ്റ്റൗ ഒക്കെ വെക്കാനുള്ള സൗകര്യത്തിനെല്ലാം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 4 പേര് സ്റ്റാഫ് എക്സ്ട്രാ 2 പേര് ഉണ്ട്. എന്നാലും ഒരു സ്റ്റൗവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനോടൊക്കെ. നമുക്ക് ഇങ്ങനത്തെ ജോലിയുടെ ആളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, ഞാൻ മാവെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കും. പിന്നെ അന്നേരമൊക്കെ നമ്മൾ പുറത്ത് മില്ലിൽ കൊടുത്താണ് അരിയൊക്കെ പൊടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 60 കിലോയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ടായി. ആഴ്ചയിലൊരു 3 ദിവസം. അപ്പൊ ഇത് നമ്മുടെ കടയിൽ തന്നെയാണ് വിൽക്കുന്നത് അതോ കടയില്ല, പുറത്ത് കടകൾ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. കടകളിൽ നിന്ന് വേറെ കടകളിൽ റൂട്ട് സെയില്, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു മുട്ടത്തിൽ തന്നെയുള്ളൊരു കടയുണ്ട് മെനു ബേക്കറി. അവരാദ്യം റൂട്ട് സെയില് തുടങ്ങിയത്. ഒരു ചേട്ടനെ ഞങ്ങൾ ചെറുപ്പം മുതൽ അറിയാവുന്ന കുഞ്ഞും ചേട്ടൻ എന്ന് പറഞ്ഞ അവരാണ് ആദ്യം റൂട്ട് സെയിലൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് വണ്ടിയുണ്ടോ അതോ അല്ല, അവരുടെ റൂട്ട് സെയിലായിട്ട് നമ്മൾ നമ്മുടെ കടയിൽ വിൽക്കുന്നത് മാത്രം. അവർ റൂട്ട് സെയിലായിട്ട് അവരുടെ വണ്ടിക്ക് വേറെ സാധനങ്ങൾ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ വേറെ അത് കഴിഞ്ഞ് പല സന്ധ്യയിലൊക്കെ കൊടുക്കാൻ തുടങ്ങി. സന്ധ്യ ബേക്കറി അങ്ങനെ മുന്നോട്ട് ആഴ്ചയിൽ ഒരു 3 ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയപ്പം വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അതായത് എൻ്റെ കണ്ണിൻ്റെ പതുക്കെ കാഴ്ച കുറയാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് കാഴ്ച പോയില്ലെന്ന് പറഞ്ഞെടുത്ത് കണ്ണിൻ്റെ കാഴ്ച പതുക്കെ സൈഡ് വ്യൂ കുറയുന്ന പോലെ തോന്നി. അപ്പം ഞാൻ എല്ലാ വർഷവും ഞങ്ങൾ ചെന്നൈ ശങ്കർ നേത്രയിൽ തന്നെ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു എങ്ങനെയുണ്ടെന്നറിയാൻ. അപ്പോൾ അപ്രാവശ്യം അവിടെ ചെന്ന് ഡോക്ടറോട് ഇങ്ങനെ കാഴ്ച കുറയപ്പം ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു സൈഡ് വ്യൂ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്കൊരു പിന്നെ സ്ട്രൈറ്റ് വ്യൂ മങ്ങലായി. അതായത് കാറ്ററാക്റ്റ് ആരംഭിച്ചു. അതായത് സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നതാണ്. നമ്മുടെ സാധാരണ പ്രായമാകുമ്പം വരുന്ന പോലെയല്ല, അല്ലാണ്ട്. അപ്പോൾ അതിന് സർജറി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഇമ്പ്രൂവ്മെൻ്റ് ആകുമായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ സർജറി ചെയ്തു ഒരു കണ്ണിന്. പക്ഷെ സർജറി ചെയ്തിട്ടും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കാറില്ല. കാരണം സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നെയ്പ്പം ഉണ്ടാക്കുമ്പോൾ, കാരണം നമ്മൾ നല്ലതായിട്ട് ചൂടടിക്കുമല്ലോ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, അതുകൊണ്ട് ചൂടടിക്കാതിരിക്കും. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കുകയും അവരുടെ കൂടെ തന്നെ പാക്കിങ്ങിന് അതിരക്കുള്ളപ്പോൾ അങ്ങനത്തെ എല്ലാം കൂടി ആ കൂടെ തന്നെ അങ്ങനെ നിന്ന് പോകുമായിരുന്നു. ഈ നെയ്യപ്പത്തിൽ തന്നെ നിർത്തിയോ അതോ പുതിയ പുതിയ പ്രൊഡക്റ്റ്? അന്നേരം നെയ്യപ്പം തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം 2008 അൽഫോൻസാമ ഭരണങ്ങാനത്തെ നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായ അൽഫോൻസാമയുടെ തിരുനാൾ വന്നപ്പം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി നേർച്ച, പള്ളി പോകുമ്പോൾ ചുമ്മാ നെയ്യപ്പം കുറച്ച് കൊണ്ടുപോയി നേർച്ചയായിട്ട് വെക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ തിരുനാളിനോടനുബന്ധിച്ച് ഭരണങ്ങാനം പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഇടവക ദേവാലയത്തിൽ നിന്ന് ആദ്യം ചോദിച്ചത് നമ്മുടെ പല സന്ധ്യ ബേക്കറി മുഖേന നമ്മളോട് ഒരു 1000 കിലോ നെയ്യപ്പം. 1000 കിലോ നെയ്യപ്പം വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് ആകെപ്പാടെ അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ 6 സ്റ്റാഫും ഉണ്ട്, 2 പേര് എക്സ്ട്രാ സ്റ്റാഫും ഉണ്ട്. അതിനുള്ള സ്റ്റൗവും പാത്രങ്ങളും സൗകര്യങ്ങളൊക്കെ അല്ലയോ. 1000 കിലോ ചോദിച്ചപ്പം മുകളിലത്തെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു 200 കിലോയും കൂടെ ചോദിച്ചു. അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാനന്നേരം എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം. അവർ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല ചേച്ചി, പാടാ,
എത്ര ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങൾ രണ്ടും കൂടെ തിരിച്ച് എന്നാലും നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതാണെങ്കിലോ നമ്മുടെ ഒരു വഴിത്തിരിവെന്നല്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് പേരെ പഠിപ്പിച്ചു, കുറച്ച് ആൾക്കാരെ അടുത്തുള്ളവരെയൊക്കെ പഠിപ്പിച്ചു. പിന്നെ നമ്മൾ വേണ്ട പാത്രങ്ങളും സ്റ്റവും ഒക്കെ വാടകയ്ക്ക് എടുത്തു. മുറ്റത്ത് തന്നെ ഒരു പന്തലൊക്കെ ആളെ നിർത്തി പന്തലൊക്കെ ഇടിയിച്ചു. പിന്നെ ഞങ്ങളൊരു 10 ദിവസം കൊണ്ട് 1200 കിലോ പള്ളിയിലോട്ടും പിന്നെ അല്ലാതെ ഒരു കുറെ കടകളിലോട്ടും കൂടെ കൂട്ടി 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. അത് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുക്കാൻ സാധിച്ചു. ഇപ്പം നമ്മുടെ ശരിക്കും വലിയൊരു വഴിത്തിരിവായിട്ടത് മാറി എന്ന് പറയാവേ. ഞാനെപ്പോഴും പറയും, നമ്മളെല്ലാ കാര്യത്തിലും ഒരു മടി വിചാരിച്ച് നടക്കിയാലെന്ന് നമ്മുടെ മനസ്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അജിയും നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് നമുക്കത് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അതിനുശേഷം ഒരു 2011 കൂടി നമുക്ക് സ്ഥിരമായിട്ട് ഫണ്ടിങ്ങത്തോട്ട് ഈ ഓർഡർ വന്നു തുടങ്ങി, കൊടുക്കാനായിട്ട് തുടങ്ങി. ചേച്ചിയുടെ കൈപ്പുണ്യം അൽഫോൻസാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അൽഫോൻസാമ്മ ഞങ്ങളെ ഇങ്ങനെ ഓരോ സഹനത്തിലൂടെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വരുമായിരുന്നു ഞാൻ പറയാം. അൽഫോൻസാമ്മ സഹനത്തിൻ്റെ വലിയ ഇതാണല്ലോ. അങ്ങനെ പിന്നെ ശരിക്കും 2008 എൻ്റെ കാഴ്ച അങ്ങ് കുറയാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം കുറയാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആള് എന്നോട് ചോദിക്കും, നമ്മൾ അറിയുന്നവർക്ക് ഇനിയിപ്പം എങ്ങനെയാകും നമ്മുടെ കാര്യങ്ങൾ, കാരണം മോനും നടക്കാറായിട്ടില്ല. ചേച്ചിയോട് ചോദിക്കാൻ വന്നേ, ചേച്ചിക്ക് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എല്ലാം തിരിച്ചടികളാ, ചേച്ചി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു? അതായത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എന്നോട് ചോദിക്കുമോ എങ്ങനെ മുന്നോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികം അങ്ങനെയല്ല, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തടത്ത് തന്നെ ചാച്ചൻ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ രോഗങ്ങളുമായിട്ട് ഉൾവലിഞ്ഞു പോകാതെ, കാരണം അങ്ങനെ വന്നാൽ നമുക്കൊരു മനസ്സിലോട്ടൊരു വിഷമവും സങ്കടവും വന്ന് നമ്മളൊരു ഒതുങ്ങിപ്പോയി അല്ലേ. അപ്പം എന്നോട് ഇങ്ങനെ ആൾ ചോദിച്ചു, നമ്മൾ ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേലാണ്ട് വന്നാൽ ഇനി മുന്നോട്ടുള്ളത് എങ്ങനെയാകും, ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വരികയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എൻ്റെ മനസ്സിന് ഒരു ഇതായിരുന്നു. കാരണം നമ്മളിതിനെ ഒരിക്കലും പുറകോട്ടാക്കരുത്, മുന്നോട്ട് തന്നെ പോകണം, നമുക്ക് നല്ലൊരു ഒരിക്കലും തളരരുതെന്നുള്ളൊരു മനസ്സ്. അപ്പോൾ ശക്തമായ മനസ്സിനൊരാഗ്രഹം മുന്നോട്ട് തന്നെ നമുക്ക്, നമ്മളെ പിന്നീട് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാവം അല്ലാതെ നമുക്ക് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഒരു മനസ്സിൽ. അതിന് വേണ്ടിയിട്ട് അപ്പോഴൊക്കെ ഞാൻ കറികളൊക്കെ അരിയുന്നത്, കാഴ്ചയുണ്ട് പക്ഷേ അടുക്കളയിൽ ആളും ഉണ്ട്, പക്ഷേ ഞാൻ കറിക്കൊക്കെ അരിയുമ്പം കണ്ണടച്ച് പിടിച്ച് കത്തി കൊണ്ട് അരിഞ്ഞു നോക്കി. ഇറച്ചിയൊക്കെ ഞൊറുക്കുമ്പം നിലത്തിരുന്ന ഞാനൊന്ന് ഞൊറുക്കുന്നത്, അപ്പം നിലത്തിരുന്ന് കത്തി നിലത്ത് വെച്ചിട്ട് കണ്ണടച്ച് പിടിച്ച് ഞൊറുക്കി. അതായത് കാഴ്ച പോകുമ്പോൾ ഒരു മനസ്സിലിങ്ങനെ ഒരു ഐഡിയ എങ്ങനെ നമ്മൾ ചെയ്തു വെച്ചു. കാഴ്ച എന്നാന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞിരുന്ന ഒരു 65-70 വയസ്സായിട്ടാണ് ഇങ്ങനത്തെ അസുഖത്തിന് നോർമലായിട്ട് ആൾക്കാരുടെ ഒരു 20 വയസ്സിന്. ഇപ്പം ഈയിടെ ഞങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞാൽ പല അൽഫോൻസായിലെ ടീന ഡോക്ടറാണ്, അൽഫോൻസ ഐസ് ഹോസ്പിറ്റലിൽ എന്നെ ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ ഇൻ്റർവ്യൂ ഡോക്ടർ പറയുന്നുണ്ട് 20 വയസ്സിന് ശേഷമാണ് ഇത് നമുക്ക് അറിയാൻ തുടങ്ങുന്നതെന്ന്. എൻ്റെ ഈ റെറ്റിനസ് പിഗ്മെന്റോസ നെർവ് വീക്ക് ആകുന്നത്. പക്ഷേ എൻ്റെ പെട്ടെന്ന് അത് കാഴ്ച കുറയാൻ തുടങ്ങി. ചിലരുടെയൊക്കെ 65-70 വയസ്സായിട്ടേ കാഴ്ച പോകുള്ളൂ. എന്നോട് ചെന്നൈയിൽ നിന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, 65 വയസ്സെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ 2008 കാഴ്ച കുറയാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിന് ഈ പറയുന്ന പോലെ അത്ര ഒന്നും നിൽക്കുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇറച്ചി ഞെറുക്കും, മീൻ വെട്ടും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ണടച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും കയ്യിൽ നിന്ന് മുറിയാതെ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ കാഴ്ച കുറഞ്ഞു 2008. അന്നേരം തന്നെ ഞങ്ങൾക്ക് നെയ്പ്പൊക്കെ ഉണ്ടാക്കുന്ന ഇച്ചിരി അളവ് കൂടി വന്നു. ഒരു 8 പേരൊക്കെ സ്റ്റാഫായി. അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. കാരണം പുറത്തോട്ടൊരു ഷെഡൊക്കെ ആക്കി ഒരു 12 പേർക്ക് നിന്ന് പണിയത്തക്ക രീതിയിലുള്ള ഇതാക്കി. ആ സമയത്ത് ഞങ്ങൾ സ്ഥിരം ഓർഡർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പൊടിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ പുറത്ത് കൊണ്ടുപോയായിരുന്നു പൊടിപ്പിക്കുന്ന, വേറെ വണ്ടിക്ക് വിടുമായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊരു മില്ല്, പിന്നെ പൊടിക്കാനുള്ള മില്ല്, പിന്നെ മാവ് കുഴയ്ക്കാനായിട്ടൊരു മിക്സിങ് മെഷീന്, പിന്നെ നമ്മൾ ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് കണ്ടിന്യൂസ് സീലർ, അങ്ങനത്തെ ഓരോ മെഷീനറീസ് മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ മെഷീൻ മേടിക്കുമ്പം നമുക്ക് ഈ ഷെഡൊക്കെ പണിയുന്ന സമയത്ത് എൻ്റെ വലിയൊരു സന്തോഷം ഇപ്പോഴും അന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്ന കാര്യം, വേറെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള അല്ലാണ്ട് വേറൊരു വീട്ടിൽ നിന്നുള്ള ആയിട്ടൊരു പൈസയൊന്നും അങ്ങനെ എടുക്കാതെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാത്രം, നമുക്ക് ഈ നെയ്പ്പ് ഉണ്ടാക്കി കിട്ടുന്ന വരുമാനമില്ലേ, അതിൽ നിന്ന് മാത്രമാണ്. അത് പുറത്തെല്ലാം ഗോൾഡ് ലോൺ ആക്കുക ചെയ്യുന്നത്. ഗോൾഡ് പണയം വയ്ക്കും, ലോൺ എടുക്കും. ലോൺ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറേശ്ശെ അടച്ച്, പിന്നെ അളവൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് അതിന് വേണ്ട മെഷീനറീസ് എല്ലാം കൂടുതൽ വാങ്ങി. ഒരു 2011 ആയപ്പോൾ തന്നെ നമ്മൾ
എല്ലാം 13 ആയപ്പോൾ തന്നെ പാക്കിംഗ് മെഷീനെല്ലാം ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ, സെമി ഓട്ടോമാറ്റിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മെഷീൻ തന്നെ 3 ഒക്കെ വാങ്ങി. അപ്പൊ അപ്പത്തേക്കും എത്ര കിലോ ഉണ്ടാക്കുമായിരുന്നു ഒരു മാസം? ഒരു 12 പേര് സ്ഥിര സ്റ്റാഫ്, പിന്നെ ഒരു 8-10 പേര് പുറത്തല്ലാതെ നമുക്ക് ഇവരാരെങ്കിലും ലീവ് എടുക്കുമ്പോൾ വരാന്, അല്ല കൂടുതൽ ഓർഡർ ഉള്ളപ്പോൾ എടുക്കാന്. അപ്പോഴേക്കും എല്ലാ ദിവസവും പണിയുണ്ട്. അതായത് ഒരു 180 കിലോയ്ക്ക് അന്നേരം ഒരു ദിവസം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ആ രീതിയിൽ. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഷെഡിൻ്റെ ഉണ്ടാക്കുന്ന യൂണിറ്റിൻ്റെ വലിപ്പം കൂട്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് ആദ്യമായിട്ടല്ല, ചെറുതായിട്ട് തുടങ്ങി അങ്ങനെ റോസ്റ്റർ മെഷീന്, പിന്നെ പൊടിക്കുന്ന മില്ലിൻ്റെ എണ്ണം കൂട്ടി, അങ്ങനെ ഇച്ചിരി പവർ കൂടിയ മെഷീനറീസ് ആക്കി. പിന്നെ ഇതിന് നമുക്ക് എപ്പോഴും കറണ്ട് വേണം. അപ്പം ജനറേറ്ററൊക്കെ, വലിയ ജനറേറ്ററൊക്കെ വാങ്ങി. അങ്ങനെ കുഴപ്പമില്ലാതെ പക്ഷേ കാഴ്ച കുറയാൻ തുടങ്ങി. 2011 ആയപ്പോൾ തന്നെ എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇപ്പം 14 വർഷമായി കാഴ്ച പോയിട്ട്. പക്ഷെ ഞാനിങ്ങനെ ഈ ട്രെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് കണ്ണിൻ്റെ കാഴ്ച സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ജോലികളും തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും മാവ് മിക്സ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ റെഡിയാക്കി കൊടുക്കും. പിന്നെ സഹായത്തിന് ആളുണ്ട്, നമുക്ക് എല്ലാ സാധനവും എടുത്തു തരാനും ഇതിനെല്ലാം മെഷീൻ്റെ അടുത്ത് നിൽക്കാനും ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ പരുവും പാകം നോക്കുന്നത് ഞാൻ അവിടെ ഉള്ളപ്പം ഞാൻ തന്നെ. അല്ലെങ്കിൽ എത്ര ക്ഷീണോ എന്തെങ്കിലും എന്തുണ്ടെങ്കിൽ മാത്രമേ, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമോ ബാക്ക് പെയിൻ്റ് ഇതൊക്കെ ഉണ്ട്, അപ്പം അങ്ങനെയുള്ളപ്പോൾ മാത്രമേ മാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അവരുടെ കൂടെ തന്നെ മാവെല്ലാം റെഡിയാക്കി കൊടുക്കാനും അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭരണങ്ങാനത്ത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി പള്ളികളിൽ നിന്ന് അവിടെ നിന്ന് നമ്പർ മേടിച്ച് ഓർഡറുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒത്തിരി പള്ളികളും, പ്രധാനപ്പെട്ട ഒത്തിരി പള്ളികളുണ്ട്. നമുക്ക് ഭരണങ്ങാനമാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള മറ്റു പള്ളികൾ. കുറവിലങ്ങാട് മാതാവിൻ്റെ, പിന്നെ കിഴതടിയിലെ കുത്താട്ടുകളും, ചങ്ങനാശ്ശേരി കാവുകാട്ട് പിതാവിൻ്റെയും, അങ്ങനെ കുരിയലശ്ശേരി പിതാവിൻ്റെ. പിന്നെ ഇപ്പം ഇനി സെപ്റ്റംബർ ഇത് വരുമ്പോൾ തന്നെ ഇങ്ങോട്ടുണ്ട് നാഗപ്പുഴ, കാഞ്ഞിരപ്പള്ളി, അക്കരപ്പള്ളി, അങ്ങനെ ഒത്തിരി പള്ളികളിലോട്ടുള്ള തിരുനാളുകൾക്കെല്ലാം നമ്മൾ, പിന്നെ നോർമൽ എല്ലാ പള്ളികളും തിരുനാളിനനുബന്ധിച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് ഒത്തിരി പേരെ മേടിക്കും. ഒത്തിരി ഇതായിട്ട് ലോക്കൽ അതിലുള്ളവർ, പിന്നെ വിദേശത്തോട്ടൊക്കെ പോകുന്നവർ അവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു. ഉണ്ണിയപ്പം മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. പിന്നെ 2018 ആയപ്പം 2020 ആയപ്പോൾ തന്നെ കൊറോണയൊക്കെ വന്നല്ലോ. ആ സമയത്ത് ഞങ്ങൾ അരിപ്പൊടി തുടങ്ങിയായിരുന്നു. അരിപ്പൊടി തുടങ്ങിയപ്പോൾ അത് ആളുകൾ വീട്ടിൽ വന്ന് മേടിച്ച, മറ്റേ ആ കൊറോണ തുടങ്ങിയ സമയത്ത് നമ്മൾ കടകളെല്ലാം അടച്ചു, പള്ളികളെല്ലാം അടച്ചു. ആ സമയത്ത് നമ്മൾ ഇതുണ്ടാക്കുന്ന നിർത്തി ഇട്ടും. ആ സമയത്താണ് അരിപ്പൊടിയുടെ തുടങ്ങിയത്. അരിപ്പൊടി തുടങ്ങിയപ്പോൾ എല്ലാവരും ആളുകൾ വീട്ടിൽ വന്ന് മേടിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് ഗോതമ്പ് പൊടിയായി, പിന്നെ റാഗിപ്പൊടിയായി, പിന്നെ ഇതിൻ്റെ എല്ലാം സ്റ്റീം മെയ്ഡ്, അതിന് സ്റ്റീമർ, ഡ്രയർ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പം സ്റ്റീം മെയ്ഡ് പുട്ടുപൊടികളായി, അവലോസ് പൊടിയായി, പിന്നെ മില്ലറ്റിൻ്റെ എല്ലാ പുട്ടുപൊടികൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാശ്മീരി, അങ്ങനെ ഇപ്പോൾ ഒരു നെയ്യപ്പത്തെ തുടങ്ങി ഇപ്പോൾ ഒരു 25ഓളം പ്രോഡക്റ്റ് പൊടികളുടെ ഐറ്റമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് നെയ്യപ്പത്തിൻ്റെ കൂടുതൽ ഉത്തരവാദിത്വം ഞാനാണ് എല്ലാം നോക്കുന്നത്. പക്ഷേ പൊടികളുടെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അജി ഹസ്ബൻഡാണ് നോക്കുന്നത്. അതിനെല്ലാം സ്റ്റാഫുണ്ട് അവിടെ. പക്ഷെ അതിൻ്റെ എല്ലാം നോട്ടം ഞാൻ അതിൻ്റെ അടുത്തോട്ട് അധികം ഇപ്പോൾ, കാരണം ഈ വറുക്കുന്ന മെഷീനും ഇതൊക്കെ ആയതുകൊണ്ട്. മറ്റേ നെയ്യപ്പത്തിന് നമ്മൾ മാവ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും ഇതെല്ലാം ഞങ്ങൾ 2 സെക്ഷനായിട്ട് ഒരുപോലെ നല്ല അങ്ങനെയൊക്കെ പോകുന്നു. ചേച്ചി, ഒരുപാട് പേര് ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തന്നെ ജീവിതം തന്നെ മടുത്തിരിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഒരു ചെറിയ സങ്കടം കെട്ടിച്ചിട്ടേക്കുന്ന വീട്ടിലുണ്ടായാൽ പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്യാണ്. ഇവിടെ നിന്നാണ് ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടുകൾ കേൾക്കുന്ന ഒരാൾക്ക്, ചേച്ചി ചിരിച്ചോണ്ടാ സംസാരിക്കുന്നതെങ്കിലും കേൾക്കുന്ന ഒരാളുടെ കണ്ണ് നിറയ്ക്കുന്ന കഥയാണ് ചേച്ചിയുടെ. ചേച്ചി എങ്ങനെയാണ് ചിത്ര ചിരിച്ച് ജീവിക്കുന്നത്? അതിന് ചിരിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്ക് തന്നെ ഒരു നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത. അതാണ് നമ്മുടെ ഈ ഓരോ ജോലിയിലും നന്നായിട്ട് സന്തോഷത്തോടെ ചെയ്യാനായിട്ട് നമുക്ക് അതുപോലെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരോട് നമുക്ക് എങ്ങനെ സന്തോഷത്തോടെ അവരോട് പെരുമാറാൻ സാധിക്കുന്നു, നമ്മുടെ അടുത്ത് വരുന്ന അവർക്കൊരു സന്തോഷം, ഒരു ചിരി, അങ്ങനെ. അതുപോലെ നമ്മളെപ്പോഴും മനസ്സിൽ സന്തോഷത്തോടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ അറിയുന്നില്ല എൻ്റെ മുഖത്ത് ചിരിയുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ അറിയുന്നില്ല. എല്ലാവരും പറയും ചിരിച്ചോണ്ടാന്ന്, പക്ഷേ എൻ്റെ മുഖത്തെ ചിരി ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്നു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ്. കാരണം ഇങ്ങനൊരു മാർഗം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയാണ് ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. പിന്നെ
എല്ലാം നന്നായിട്ട് പോകാൻ എനിക്ക് ഹസ്ബൻഡ് അജിയുടെ സപ്പോർട്ട് അറിയാലോ. പിന്നെ തീർച്ചയായിട്ടും ചേച്ചിയുടെ കൈ എപ്പോഴും അജയേട്ടന്റെ കൈയോട് ചേർന്നിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. വീടിന്റെ അകത്തോടെ നമുക്ക് എല്ലാം ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കൈ വേണേ. ആരുടെയെങ്കിലും നമുക്ക് വഴി അത്ര അറിയത്തില്ലല്ലോ എവിടെയെങ്കിലും ഇതൊക്കെ. അതുകൊണ്ട് എപ്പോഴും വീടിന് പുറത്ത് പോകുമ്പോൾ അജി കൂടെ ഉള്ളപ്പോൾ എപ്പോഴും അജിയുടെ കൈ, അതെനിക്ക് എപ്പോഴും ഒരു ഉറപ്പാണ്. ഇപ്പം ഒത്തിരി വർഷങ്ങളായില്ല ഇങ്ങനെ. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഉറപ്പാണ് അജിയുടെ കൈ ഉള്ളത് എനിക്ക്. എനിക്ക് തോന്നുന്നു അജയേട്ടൻ തന്നെയായിരിക്കും ചേച്ചിയുടെ ലൈഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി കൂടെ നിന്നതും അല്ലേ? പിന്നെ ചോദിക്കാനുണ്ടോ? എനിക്ക് തുടക്കം തന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഇത് തുടങ്ങാമെന്ന് അജി എന്നോട് ആദ്യം പറയുന്നത്. കടയിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം, വെറുതെ വീട്ടിലുണ്ടാക്കിയപ്പോൾ നല്ല നെയ്യപ്പായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്ന് ചുമ്മാ കടയിൽ വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ നന്നായിട്ട് പോയിരുന്നപ്പം ക്ലാസ് എടുക്കാനായിട്ട് സ്കൂളുകളിലും കോളേജിലൊക്കെ മോട്ടിവേഷൻ. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു ഇങ്ങനെ പോകാൻ, എനിക്ക് കുറേ പേരുടെ മുന്നിലും ബൈക്കിന്. പക്ഷെ അജി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, പോകണം, പറയണം. കാരണം നിൻ്റെ ജീവിതം പലർക്കും ഒരു മാതൃകയാക്കാനുള്ളതാണ്. കാരണം ഒരു സങ്കടം വന്നതിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം, സന്തോഷം. അപ്പോൾ അതിന് നമ്മൾ പറയുമ്പോൾ അത് ആരുടെയെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ. എൻ്റെ 2012 ആയിട്ട് വനിതാ മഗസിനി വന്നിട്ടുണ്ടായിരുന്നു. വനിതാ മഗസിനി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ലെറ്ററുകൾ വന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, എൻ്റെ ജീവിതം ഞാനിനി ആത്മഹത്യയിലോട്ട്, എനിക്ക് എത്ര സങ്കടമുണ്ട് ഓരോതായിട്ട്. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഈ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നതാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ഞാനും മുന്നോട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ വേറെ ഒരു കോഴിക്കോട് IIM, അവിടെ ഞാൻ ക്ലാസ് 2014-ലും 2015-ലും പോയായിരുന്നു ഒരു വർഷം. അവിടെ അവിടെ ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ ജീവിതാനുഭവം യങ് വുമൺ എൻ്റർപ്രണർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ബ്രിട്ടീഷ് കൗൺസിൽ നടത്തുന്ന പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം അവരെല്ലാം വേറെ സംസ്ഥാനത്തു നിന്നുള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു അവർ. പുള്ളിക്കാരത്തി പറഞ്ഞു, പുള്ളിക്കാരത്തിയുടെ മോള് ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം പുള്ളിക്കാരത്തിയുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിന് ഇപ്പോൾ ഭയങ്കര സങ്കടവും കരച്ചിലുമാണ്. എൻ്റെ ജീവിതം ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും സങ്കടവും കരച്ചിലാണ്. അപ്പം ഞങ്ങളുടെ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങളുടെ ചേർന്ന് നിന്നൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇനി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ട്, എൻ്റെ മോളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്കൊരാളുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന്. അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത സംഭവം. കാരണം നമ്മുടെ ജീവിതം കൊണ്ട് വേറൊരാൾക്കൊരു പ്രചോദനം ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷം. അതൊക്കെ തീർച്ചയായിട്ടും ചേച്ചി. കാരണം ഞാനും ചേച്ചിയോട് ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ലൈഫിൽ മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാകും. ആ ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഇന്ധനമാണത്. ചേച്ചിയുടെ ചിരി മറ്റൊരുപാട് പേർക്ക് ഇന്ധനമാണ്. അത് നമ്മൾ പരിചയപ്പെട്ട് ഒത്തിരി നാളായിട്ടില്ലെങ്കിലും എനിക്കറിയാവുന്ന ഒരു 100 പേരോടെങ്കിലും ഞാൻ ചേച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇന്റർവ്യൂവിന് വന്നേക്ക് മുന്നേ എൻ്റെ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞു, നാളെ വരുന്ന ചേച്ചി ഇന്ന് ചേച്ചിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര പ്രൗഡാണ് പറയാനായിട്ട്, ഭയങ്കര സന്തോഷമാണ്. ചേച്ചിക്ക് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചി ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അവിടുന്ന് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഒന്നും കാണുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ ചേച്ചിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ടോ? അതോ എപ്പോഴും ചേച്ചിക്ക് അജിയേട്ടൻ്റെ കരുത്ത് കൂടെ ഉള്ളതുകൊണ്ട് മുന്നോട്ട് തന്നെയാണോ തോന്നിയിട്ടുള്ളത്? അജിയുടെ കൈയുണ്ട് എപ്പോഴും. പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ, അജിയുടെ വീട്ടുകാർ എൻ്റെ അടുത്തുണ്ട്, ഞങ്ങളുടെ അടുത്ത് തന്നെ ചേട്ടന്മാർ 2 പേരുണ്ട്. അതുപോലെ എൻ്റെ ചേട്ടത്തി അനിയത്തിമാരുണ്ട്. അവരൊക്കെ എവിടെ എനിക്ക് പോണേലും, ഒരു ഹോസ്പിറ്റലിൽ പോണേലോ എന്ത് പറഞ്ഞാലും അന്നേരം അവർ റെഡിയാണ്, ആർക്കും മടിയില്ല ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പോരാനും. പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടി നടക്കുമ്പോൾ എനിക്ക് കൈയില്ലാതെ ഓടി നടക്കാൻ പറ്റത്തില്ല, ഒരു കൈ വേണം. അതുപോലെ എല്ലാവരും ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഓർക്കും, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ആകുമോ, നടക്കുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരും. പക്ഷേ അന്നേരം എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഡോക്ടർ എന്നെ കണ്ടിട്ട് പെട്ടെന്ന് എന്നോട് താഴെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് പിടപെടാന്നിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കുഴപ്പം ചെരുപ്പ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പം ഞാൻ ഓർക്കും, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ നടക്കാൻ പറ്റുമോ? പക്ഷെ അന്നേരം എൻ്റെ മനസ്സിലോട്ട് വരുന്നതെന്നറിയോ, ദൈവം തോന്നിക്കുന്നത് ഞാൻ ഓർക്കും എനിക്കിപ്പോൾ ഇരുന്ന ഒരു ചെറിയ കൈ കിട്ടി എനിക്ക് എതിലും പോകാം. പക്ഷേ കിടക്കുന്നവരൊത്തിരി പേരുണ്ടല്ലോ, അവർക്കൊന്ന് തന്നെ ചെരിഞ്ഞ് കിടക്കാനോ നേരെ ഇരിക്കാനോ പറ്റാത്തവരെന്തേരം പേരുണ്ട്. അപ്പം നമുക്ക് ഇത്രയും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ, നമ്മളെ നോക്കാനായിട്ട് ആൾക്കാർ, നോക്കാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടോടെ
അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവർ തുടങ്ങനാട് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. അങ്ങനെ വന്ന് അപ്പം എൻ്റെ സ്വന്തം നാടും എനിക്കിഷ്ടം, മേരിലാൻഡ് നല്ല ഇതാണ്. പക്ഷേ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് വന്നപ്പം ഇവിടവും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ആൾക്കാരെല്ലാം. കാരണം അജിയല്ലേ, എനിക്കും കൊച്ചിനും വേണ്ടിയിട്ട് അജിയല്ലേ ഉള്ളത്. മോന് ഞാൻ പറഞ്ഞല്ലോ, അവനിപ്പോഴും 26 വയസ്സായി, അവനിപ്പോഴും നടക്കാറായിട്ടില്ല, വീൽ ചെയറിലാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടെയുള്ളത് അജിയാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാരും അതുപോലെ നാട്ടിലുള്ളവരും പറയും, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വന്നതിൽ എപ്പോഴും എന്തെങ്കിലും സാധനം കൊണ്ടും തരണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ പ്രോഡക്റ്റുകളൊക്കെ എവിടെയെങ്കിലും ഓട്ടോ വേറെ വണ്ടിക്കാരായിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം വേറെ ആൾക്കാർ പറയും, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകണം ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ എപ്പോഴും റെഡി ആയിട്ടുണ്ടെന്ന്. ഒരു 10 പേരിങ്ങനെ നമ്മുടെ നാട്ടിലുള്ളവർ പറയുമ്പോൾ നമുക്കത് കേൾക്കുന്നത് എന്ത് സന്തോഷം. അത്രയോ സപ്പോർട്ടായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കെയർ ചെയ്യാൻ നമ്മുടെ വീട്ടുകാരുടെ ഒപ്പം തന്നെ നാട്ടുകാരും അതുപോലെ ഞങ്ങളുടെ സ്റ്റാഫ് ഭയങ്കര നമ്മുടെ ഒരു വിജയത്തിൻ്റെ ഒരു വലിയൊരു കാരണം നമ്മുടെ സ്റ്റാഫാണ്. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ മോനെ അവിടെ ആക്കിയിട്ടാണ് പോന്നിരിക്കുന്നത്. ഒരു അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവൻ്റെ നോക്കാനൊക്കെ കുഴപ്പമില്ലാതെ നന്നായിട്ട് നോക്കിക്കോളും. അപ്പോൾ അത് അവർ നല്ല ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ നന്നായിട്ട് സ്നേഹിക്കുന്നു. അവരെ നന്നായിട്ട് ഞാൻ പറയും നല്ല കൂട്ടുകാരാണ് എൻ്റെ. ശരിക്കും സ്റ്റാഫ് എന്ന് പറയുന്നതല്ല, ശരിക്കും നമുക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്ന ഒരു സ്വഭാവം അവരുടെയും ഞങ്ങളുടെയും. അപ്പോൾ അതുപോലെ ഞങ്ങൾ അവരെ സ്നേഹിക്കുന്ന പോലെ അവർ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് വിജയിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ഈ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു അത്രയും പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ ഒരു പ്രൊഡക്റ്റ് ചേച്ചി ഉണ്ടാക്കുന്ന അതേ ക്വാളിറ്റിയിൽ അവർക്കത് ഡെലിവറി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ആ കൂടെ ഉണ്ട്, അവിടെയുള്ള ദിവസം മുഴുവനും ആ കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഫോണിൽ കൂടെ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും അറിയാം, ഫോണിൽ കൂടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടേ അവർ ചെയ്യുള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. മുന്നേ നമ്മളുണ്ട്, പുറകെ 100% സപ്പോർട്ടായിട്ട് അവരുണ്ട്. ചേച്ചി അപ്പോൾ എങ്ങനെ ഈ നമ്മുടെ ഫോൺ കോൾസ്, ഒരു സംരംഭകയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫോൺ കോൾസ് വരും, മെസ്സേജ് അയക്കണം, എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ചേച്ചി എങ്ങനെ ഇപ്പൊ മാനേജ് ചെയ്യുന്നു? ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഐഫോൺ ചെറിയാണ് നമുക്ക് സപ്പോർട്ടായിട്ട്. നമുക്ക് അത് ഫോൺ എടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആരെ വിളിക്കണേലും സേവ് ചെയ്തിരിക്കുന്ന നമ്പരെല്ലാം അന്നേരം കോള് പൊക്കോളും. പിന്നെ അതുപോലെ സമയം അറിയണേലും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ മാർഗം ക്ലോക്ക് നോക്കി സമയം നോക്കാൻ നടത്തില്ലല്ലോ. അപ്പം ടൈം ചോദിച്ചാൽ അങ്ങനെയെല്ലാം പറയും. പിന്നെ നമുക്ക് അത്യാവശ്യം കണക്ക് കൂട്ടണേലും എല്ലാം. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എൻ്റെ മനക്കണക്കാണ്. ഇവരുടെ സാലറിയും കണക്കും എല്ലാം നമ്മൾ അവിടെ എഴുതിയിടും. അവർ റഫായിട്ട് ഇതിൻ്റെ കണക്കെല്ലാം ഇത് എഴുതിയിടും. പക്ഷെ ഞാൻ വൈകുന്നേരം എല്ലാം നല്ലൊരു ബുക്കെല്ലാം അവരെ കൊണ്ട് എഴുതി അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്കറിയാം എന്തേരെ പോയിട്ടുണ്ടെന്ന്. റഫായിട്ടുള്ള ബുക്കെല്ലാം എഴുതിയേക്കുന്നത് കാണുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത്ര കിലോ ഒരു സെറ്റ് ചെയ്ത് നമ്മൾ മാവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര കിലോ നെയ്യപ്പം വരണം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു 125 കിലോ ആയിരിക്കും, അല്ലെങ്കിൽ 180 ആയിരിക്കും. ഓരോ ദിവസം അളവ് വ്യത്യാസം വരും. അപ്പം ഇത്ര നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര കിലോ നെയ്യപ്പം വരണം നമുക്കറിയാം. അപ്പോൾ അത് ബാക്കി അളവ് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മൾ ആലോചിച്ച് അത് കണ്ടുപിടിച്ച് നമ്മൾ അന്നന്ന് എല്ലാ കണക്കും എഴുതിക്കും. അതുപോലെ നമുക്ക് പാം ഓയിലാണ്, വെളിച്ചെണ്ണ നമുക്ക് അത്രയും പറ്റത്തില്ല, ഇതൊക്കെ പോരും, അതുകൊണ്ട് പാം ഓയിൽ. അപ്പോൾ അത് ഓരോ ദിവസം എന്തേരം ചിലവായി അങ്ങനെ എല്ലാ കണക്കും എഴുതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് അവർ സൂക്ഷിച്ച്. പിന്നെ സാലറി ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ, ഇടയ്ക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും, അതിങ്ങനെ കടമായിട്ട് എഴുതിയിടും. പിന്നെ എല്ലാ ആഴ്ച അവസാനമാണ് നമ്മൾ കണക്ക് നോക്കുന്നത്. അത് മുഴുവൻ ഞാൻ ആ കണക്കെല്ലാം നോക്കുന്നത്. ഓരോ ദിവസം വരുന്നത് നമ്മൾ ടിക്ക് ചെയ്യിക്കും ഓരോരുത്തരുടെ. അപ്പോൾ എനിക്കറിയാം ഞാൻ റൊട്ടേഷനായിട്ട് പണി വരുന്നത്. അപ്പോൾ ഞാൻ അവരെ വിളിക്കുന്നതല്ല ദിവസം. അപ്പോൾ ഏകദേശം നമുക്കറിയാം ഇന്ന ആൾക്കാർ ഇന്ന ദിവസം വന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഇത്ര പണി 5 പണി, അല്ലെങ്കിൽ ഒരാഴ്ച 6 പണി, അപ്പോൾ ഇത്ര രൂപ ശമ്പളം. അത് നമുക്ക് പൈസ ആയിട്ട് മുഴുവൻ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം നേരത്തെ പൈസ നോട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കയ്യെ വെച്ച് നോക്കിയാൽ കൃത്യം അറിയായിരുന്നു. കഴിച്ച ഇപ്പോൾ 1000, 500 അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് നോട്ട് മാറ്റം വന്നല്ലോ. മാറ്റം വന്നപ്പോൾ എല്ലാം വ്യത്യാസം വന്നു, അതിൻ്റെ സൈസിനും വലുപ്പത്തിനെല്ലാം വ്യത്യാസം വന്നു. അപ്പം എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അജിയെ കൊണ്ടോ അല്ലെങ്കിൽ ഇതായിട്ട് കിട്ടിയപ്പോൾ എല്ലാം എൻ്റെ പേഴ്സിൽ 500 തന്നെ വേറെ ആക്കി വയ്ക്കും, 200 തന്നെ, അങ്ങനെ ഒരു കറക്റ്റായിട്ടാണ് എൻ്റെ പേഴ്സ്. അപ്പം എനിക്ക് എത്ര രൂപ എടുത്ത് കൊടുക്കണേലും അതിൻ്റെ അകത്തുനിന്ന് ബാലൻസ് കൊടുക്കണേലും എല്ലാം എനിക്ക് കറക്റ്റായിട്ട്. അപ്പോൾ ഇവരുടെ സാലറി ആഴ്ച അവസാനം മുഴുവൻ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. കറക്റ്റ് കണക്കെഴുതി അവരെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ എനിക്കറിയാം എത്ര പണി എത്ര രൂപ കൂലി ഉണ്ടെന്നറിയാം.
അതുകൂടാതെ നമുക്ക് ഇവർക്ക് നന്നായിട്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് നമ്മുടെ സ്റ്റാഫെല്ലാം നന്നായിട്ട് വരണമെന്ന് നമുക്കൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ സേവിങ്സ് നിർബന്ധമായിട്ടും പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. ആണല്ലേ? അപ്പം ആദ്യമൊക്കെ ആയിട്ട് ചെറുതായിട്ട് 500, 350, 550 ആയിട്ട് തുകയുടെ ആയിരുന്നു അവർ കൂടിക്കൊണ്ടിരുന്നത്. അപ്പം കൂടി ഓരോന്ന് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഉത്സാഹമാണ്. ഇപ്പം ഞാനൊരു സ്ഥിരം സ്റ്റാഫായിട്ടുള്ളവരുടെയാണ് നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കൊടുത്ത് വിടുകയുള്ളൂ. അപ്പോൾ ഇപ്പം ശരിക്കും തിരക്കുള്ള സമയത്ത് 32 പേരാണ് അൽഫോൻസാമ്മയുടെ തിരക്കുള്ള സമയത്ത് പണിയുന്നത്. അപ്പോൾ ഈ 13 പേരുടെയാണ് പോസ്റ്റ് ഓഫീസ്. അവരുടെ എല്ലാവരുടെയും കൂടെ 53,000 രൂപയുള്ള എല്ലാവരുടെയും കൂടെ ആയിട്ട് പോസ്റ്റ് ഓഫീസ്. അത് ഞാൻ ആദ്യം തന്നെ മാസം ആദ്യം അടയ്ക്കും. അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ 3 ആഴ്ച കൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യത്തിനുള്ള പൈസ കൊണ്ടുപോകുന്നു. ബാക്കി ഇവിടെ ഇടാൻ പറ്റുന്ന ഇടുന്നു. അങ്ങനെ അതെല്ലാം പ്രത്യേകം കണക്കെഴുതി സൂക്ഷിച്ച് അവർക്കൊരു 3 വർഷം 5 വർഷമൊക്കെ കഴിയുമ്പോൾ 1,80,000, 1,50,000 ഒക്കെ ആയിട്ട് പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർക്ക് അവർ നന്നായിട്ട് ഗോൾഡൊക്കെ എടുക്കുമോ, ഡെപ്പോസിറ്റോ, അല്ലെങ്കിൽ പിള്ളേർ വീട് പണിയുന്ന ആവശ്യത്തിന്, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കുന്ന ആവശ്യത്തിന് ഇപ്പം നമ്മുടെ ഒരുമിച്ച് കിട്ടുവാണല്ലോ അല്ലേ? എത്ര തുക ഒരുമിച്ച് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സൂക്ഷിക്കാനും എല്ലാം. പിന്നെ ഇവരുടെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്യാവശ്യം എല്ലാവരും ഇങ്ങനെയുള്ളവരാ, സാമ്പത്തികമൊക്കെ അവരുടെ മക്കളെല്ലാം വിദേശത്തുള്ളവരും അല്ലെ ഹസ്ബൻഡ് അവരെല്ലാം ജോലി എന്തെങ്കിലുമൊക്കെ ഉള്ളവരും ചെയ്യുന്നവരാണ്. പക്ഷേ ഇവർ വേറെ അധികം പണിയാൻ പോകുന്നവരല്ല. പക്ഷെ നമ്മുടെ യൂണിറ്റിൻ്റെ അകത്ത് തന്നെയല്ലേ ഈ പണിയും. അപ്പോൾ എല്ലാവരും ഒരു കൂട്ടായിട്ട് സ്നേഹത്തോടെ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം, ഞാൻ അതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. നമ്മൾ സ്ത്രീകൾക്കാണെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം, നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഡ്രസ്സുകൾ, മരുന്നുകൾ, ഇങ്ങനത്തെ എല്ലാ ആവശ്യത്തിനും നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാതെ തന്നെ പിന്നെ അവരുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ. മക്കളുടെ ആവശ്യത്തിനും പഠിപ്പിക്കാനും വീട് പണിക്കൊക്കെ എടുക്കാമല്ലോ. അപ്പം ഞാൻ അതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം നല്ലൊരു സൂക്ഷ്മമുണ്ട്. അതാണ് നന്നായിട്ട് ജോലി ചെയ്യാൻ അവർക്ക് വരാനും താല്പര്യമുണ്ട്. അങ്ങനെ നമ്മളെപ്പോലെ തന്നെ അവരും നന്നായിട്ട് ജീവിക്കുന്നു അല്ലേ? അങ്ങനെ ചേച്ചി, എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് അങ്ങോട്ടൊന്നും പറയാനില്ല. കാരണം ചേച്ചിനെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ചേച്ചി ഇനി മുന്നോട്ടുള്ള യാത്രയിലും ചേച്ചിയുടെ കഥ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ഒരുപാട് പേർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എവിടെ എത്തിപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ തോറ്റുപോയി എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഇപ്പോൾ ചേച്ചി തന്നെ ഒരുപാട് പേരെ കാണുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചേച്ചി ഒരു പ്രചോദനമാണ്. ഈ യാത്ര ഇനിയും മുന്നോട്ട് വളരട്ടെ. ഒരു അനിയനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകും. അജിയേട്ടൻ്റെയും ജാസ്മിൻ ചേച്ചിയുടെ ഇനിയുള്ള യാത്രയിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്ന ചേച്ചി. ഒരു പരിധി വരെ ചേച്ചിക്ക് ദൈവം ഇങ്ങനെ തന്നത് ചിലപ്പോൾ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്നുകൊണ്ടിരുന്നെങ്കിൽ ചേച്ചിക്ക് കുറച്ച് ലോകത്ത് ആ ഒരു ചെറിയ ഗ്രാമത്തിലായിരിക്കും ചേച്ചിക്ക് വളരാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ചേച്ചി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അൽഫോൻസാമ്മയുടെ പള്ളിയിലേക്ക് കൊടുക്കുന്ന ഓരോ നെയ്യപ്പം ഓരോരുത്തർ കഴിക്കുമ്പോഴും ചേച്ചിയെ ഓർക്കുന്നുണ്ട്, ഇത്രയും നെയ്യപ്പം കഴിക്കുമ്പോഴും. അപ്പം അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പുണ്യമായിട്ടാണ് കാണുന്നത്. ഒത്തിരി നേർച്ച വിശുദ്ധന്മാർക്ക് കൊടുക്കുന്നു. അതുപോലെ ഈയിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞെങ്ങാനും ഞാൻ പറഞ്ഞല്ലോ അൽഫോൻസാമ്മയുടെ അപ്പം തിരുനാളിനോടനുബന്ധിച്ച് ഒരു 10 ദിവസം കൊണ്ട് 5000 കിലോയുടെ മുകളിൽ ഒരു 7 ലക്ഷത്തോളം നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടോടെയൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ ഒരുക്കിക്കൊണ്ട് വരുമായിരുന്നു. ഞാൻ പറയും ഇങ്ങനെ ഒരു ഈ യൂണിറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരുക്കിക്കൊണ്ട് വന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നല്ല അധ്വാനവും സപ്പോർട്ടും ഉണ്ട്. നന്നായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ട്, കഷ്ടപ്പാടൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും പറ്റിയല്ലെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയും നമുക്ക് ആവുന്ന അവസ്ഥയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒത്തിരി പേർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ. ചേച്ചിക്ക് വേണമെങ്കിൽ അജയേട്ടനൊരു വരുമാനം ഉണ്ട്, വേണമെങ്കിൽ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി ഇരിക്കായിരുന്നു. ചേച്ചി അങ്ങനെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് ഒരു 32 ലേഡീസ് ചേച്ചിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് സ്വന്തമായ ഒരു ജീവിതം അവർ കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ചേച്ചി ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ് ചേച്ചി. ചേച്ചി എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞു, ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ സങ്കടപ്പെട്ട് അവർ വന്നേ, തിരിച്ചു പോയപ്പോൾ അവർ സന്തോഷമായിട്ടാണ് പോയെന്ന്. ഞാനും ചേച്ചിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കഥ കേട്ടപ്പോൾ എൻ്റെ സങ്കടമൊക്കെ മാറി. എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ പോസിറ്റീവ് എനർജി സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ചേച്ചിയുടെ കഥ ചേച്ചി ഇനിയും വളരണം. ഒരുപാട് ഈ 32 എന്നുള്ളത് ഒരു 350ഉം 1000 ഒക്കെ ആവാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ വരാം. അന്ന് നമുക്ക് അജിയേട്ടനെയും കൊണ്ടുവരണം. ഇന്ന് അജിയേട്ടൻ മടി പിടിച്ചു, പക്ഷെ നമുക്ക് അന്ന് അജിയേട്ടനെയും കൊണ്ടുവരണം. കാരണം ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കണ്ണും ചേച്ചിയുടെ ധൈര്യവും ചേച്ചിയുടെ എല്ലാം അജിയേട്ടനാണ്. അപ്പൊ അജിയേട്ടനെ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്ന ചേച്ചി. നന്ദി, നമസ്കാരം. താങ്ക് യു.